IQ Neo 9 Pro 5G 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ മികച്ച സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ പറയാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കോമഡി കൂടി പറയാനുണ്ട്. ട്വിറ്ററിൽ നടന്ന കോമഡിയാണ്. ട്വിറ്റർ ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ IQ Neo 9 Proൻ്റെ പോസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അപ്പം നത്തിങ്ങിൻ്റെ വലിയ CEO ആയിട്ടുള്ള കാൽപ്പയെണ്ണം പോയിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ക്രിഞ്ചെന്ന്. ഒരു CEO മറ്റൊരു കമ്പനിയുടെ പ്രൊഡക്റ്റിന് താഴെ പോയി ക്രിഞ്ചെന്ന് കമൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് കൊടുത്ത റിപ്ലൈ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഊക്ക് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ റിപ്ലൈ ഉണ്ട്. നമ്മളെ കോമൺ യൂട്യൂബേഴ്സ് ഒക്കെ കാൽപ്പേണ്ണിട്ട് ഊക്കുന്നുണ്ട്. അതിൻ്റെ IQൻ്റെ CEO പറഞ്ഞത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് IQ Neo 9 Proൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാൻ പറ്റുമോ ഇല്ലയോ, ഇതിൻ്റെ ബെറ്റർ ഓൾട്ടർനേറ്റീവ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് അതായത് പ്രത്യേകിച്ച് OnePlus 12R അതിനേക്കാൾ നല്ലതാണോ ഇതെന്ന് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് പറയുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക്ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർന്നത്. അതുകൂടെയും കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ബോക്സ് ആൻഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് 120 വാട്ട്സിൻ്റെ ബ്രിക്ക് വരുന്നുണ്ട്. Type-C to Type-C കേബിൾ വരുന്നുണ്ട്. സാധാരണ ഒരു മഞ്ഞപ്പിത്തം പിടിക്കുന്ന ഒരു കേസും വരുന്നുണ്ട്. ആൻഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 35,000 രൂപയാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് പ്രൈസിന് കിട്ടുന്നത്. ഞാനിവിടെ ചാർട്ട് കൊടുത്തേക്കാം. 8256ഉം 12256ഉം ആണുള്ളത്. ആൻഡ് നിങ്ങൾക്ക് 128 GB വേരിയൻറ്റ് കണ്ടു ഞാൻ, അതായത് റിവ്യൂസിലൊക്കെ നോക്കുമ്പോൾ വേരിയൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് സെയിൽ വന്നതായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ ഈ വിൽക്കുന്ന സമയത്ത്, അതായത് സെയിൽ ഓപ്പൺ ആവുന്ന സമയത്ത് വരുമോ എന്നറിയില്ല. ആൻഡ് ഫസ്റ്റ് തന്നെ പറയാം, 128 GB വേരിയൻറ്റ് നിങ്ങൾക്ക് UFS 3.1 ആണ്. ആൻഡ് 256 GB വേരിയൻറ്റ് നിങ്ങൾക്ക് UFS 4.0 ആണ്. നോ കോൺട്രവേഴ്സി. OnePlusൻ്റെ പരിപാടി ഇവിടെ എടുത്തിട്ടില്ല. OnePlus ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തെറ്റിപ്പോയതല്ല. ദാറ്റ് ഈസ് ബിസിനസ്. കാരണം ഇങ്ങനൊരു ഫോൺ ഇറക്കുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കമ്പനിക്ക് അറിയാതെ പോവില്ല, സ്വാഭാവികം. പിന്നെ എന്തിനാണ് അവരങ്ങനെ ചെയ്തത്? ദാറ്റ്സ് ബിസിനസ്, വേറെ ഒന്നുമല്ല. പൈസ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വാങ്ങിപ്പോയവർ വിചാരിക്കും ഇപ്പം എന്തിനാ തിരിച്ചു കൊടുക്കുന്ന നല്ല ഫോണല്ലേ, അത്രയേ ഉള്ളൂ. അത് ബിസിനസ്സാണ്. പ്രൈസ് അതാണ്, ഞാൻ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 കളർ വേരിയൻസ് ആണ് വരുന്നത്. ബ്ലാക്ക് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് കളർ, പിന്നെ കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ളൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫെയറി റെഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഫെയറി റെഡ് കാണാൻ രസമുണ്ട്, പക്ഷേ ഞാൻ ചിലപ്പോൾ പ്രിഫർ ചെയ്യുക ബ്ലാക്ക് ആയിരിക്കും. പിന്നെ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഫെയറി റെഡ് നിങ്ങൾക്ക് ലെതറിലാണ് വരുന്നത്, വീഗൻ ലെതറിലാണ് വരുന്നത്. ബ്ലാക്ക് നിങ്ങൾക്ക് ഗ്ലാസ് ബാക്കാണ് കിട്ടുന്നത്. സ്കോട്ട് സെൻസേഷൻ UP എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. OnePlusൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഇവിടെ അതിനേക്കാളും കുറച്ചൊരു ഏകദേശം സെയിം ആണെങ്കിലും പക്ഷേ ഗൊറില്ലേൻ്റെ അത്ര എന്നാലും വരില്ല. 191 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. IP54 റേറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. 8mm തിക്നെസ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സെയിം ഗ്ലാസ് ആണ്, സ്കോട്ട് സെൻസേഷൻ UP. ഡ്യുവൽ സിം ഓൺലി ആണ്. നിങ്ങൾക്ക് മെമ്മറി കാർഡിൻ്റെ എക്സ്പാൻഷൻ സ്ലോട്ട് വരുന്നില്ല, സ്വാഭാവികം. 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല, സ്വാഭാവികം. USB 2.0 മാത്രമാണ് വരുന്നത്. വളരെ പരമ കഷ്ടം. 3.2 കൊടുക്കേണ്ടതാണ്. സ്പീഡ് 40,000 രൂപയ്ക്ക് നമുക്ക് വേണം. പക്ഷേ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഫോൺ അതുകൊണ്ട് എടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഈ ഒരു പ്രൈസിന് വരുമ്പം 3.2 കൊടുക്കണം, നിർബന്ധമാണ്. മോട്ടോറോളയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. മൾട്ടിമീഡിയനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിസൈൻ ഒന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ്, വലിയ കുഴപ്പമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ OnePlus 12R ഒക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബിൽട്ടും കാര്യങ്ങളൊക്കെ വരിക OnePlus 12Rലായിരിക്കും. പക്ഷേ OnePlus 12Rന് ഏകദേശം 5,000 രൂപ കൂടുതലുണ്ട്. 5,000 രൂപയ്ക്ക് അത് കൂടുതൽ വെർത്താണോ എന്നുള്ളത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ്. LTPO പാനലാണ്. 1 Hz to 120 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. 144 Hzൻ്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 144 Hz ഗെയിംസിലൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവ്ഡ് പാനലൊന്നുമല്ല. ഫ്ലാറ്റാണ് എനിക്കും ഇഷ്ടം, കാരണം അതാണ് ഫങ്ഷണൽ സെറ്റപ്പ്. കർവ്ഡ് ആണെങ്കിൽ വെറുതെ 3 മാസം കൂടുമ്പോൾ 600 രൂപയുടെ 700 രൂപയുടെയൊക്കെ ഗാർഡ് മാറ്റിയിടണം, ചടങ്ങാണ്, വെറുതെ പൈസയും പോവും. വെറ്റ് ടച്ചിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. വെറ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചെറിയ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വെള്ളത്തിൽ പിടിച്ച് മുക്കാൻ നിൽക്കരുത്, കാരണം അത് IP54 മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഫോൺ അടിച്ചു പോയിന്ന് വരും. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നല്ല ബെസൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ തിന്നാണ് ബെസൽസ്. അത്യാവശ്യം കാണാൻ സുഖമുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2160 Hzൻ്റെ PWM ഡിമ്മിങ്, 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് ശ്രദ്ധിക്കേണ്ട, നമുക്ക് പ്രാക്ടിക്കലി കിട്ടുന്ന ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഹൈ ബ്രൈറ്റ്നസ് മോഡാണ്. അത് 1400 നിറ്റ്സിൻ്റെയാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടുന്നത്.
ഇനി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതിലൊന്നും ഒരു വിഷയമില്ല. സോ മൾട്ടിമീഡിയ കാറ്റഗറി നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. ഇനി അവരുടെ സ്വന്തം Q1 ചിപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ Q1 ചിപ്പ് വരുന്നത് കൊണ്ട് ഡിസ്പ്ലേ അതിൻ്റേതായ ചില ഇമ്പ്രൂവ്മെൻറ്റുകൾ ഉണ്ടെന്ന് അതിലും അവകാശപ്പെടുന്നുണ്ട്. ഇനി ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ കുറിച്ച് നോക്കുമ്പോൾ നോർമൽ ഹാപ്റ്റിക്സ് ആണ്. ഇനി വയർലെസ് ഓഡിയോ നോക്കുകയാണെങ്കിൽ LSDC കോഡക്ക് വരുന്നില്ല, LDAC അല്ലെങ്കിൽ LDAC കോഡക്ക് മാത്രമേ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, നോർമൽ ആൾക്കാർക്ക് ചിലപ്പോൾ അത് വായിച്ചോളണമെന്നില്ല. അപ്പം അങ്ങനെയാണ് മൾട്ടിമീഡിയയുടെ കാര്യം. ഇനി സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 8 Gen 2 വെച്ചിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും LPDDR5Xൻ്റെ റാം ടൈപ്പ്, 4nm ചിപ്സെറ്റാണ്, പവർ എഫിഷ്യൻ്റ് ആണ്, അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. 128GB വേരിയൻറ്റ് UFS 3.1, 256GB വേരിയൻറ്റ് UFS 4.0 വളരെ വ്യക്തമാണ്. 1.6 മില്യൻ്റെ പുറത്ത് ആൻഡ് സ്കോർ വരുന്നുണ്ട്. 89% CPU ത്രോട്ട്ലിംഗ് ആണ്. സോ നല്ല സ്കോറാണ് കിട്ടിയത്. ആൻഡ് Geekbench സ്കോർ 2081, 5892 സിംഗിൾ കോർ മൾട്ടി കോർ, അതും അത്യാവശ്യം നല്ല സ്കോറാണ്. OnePlus 12R ബീറ്റ് ചെയ്യുന്നു. 66% 3D മാർക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റിൽ കിട്ടിയത്. ആൻഡ് ഏകദേശം ടെസ്റ്റ് ചെയ്ത സമയത്ത് ജെൻഷൻ ഇമ്പാക്റ്റിലൊക്കെ നിങ്ങൾക്ക് 60 FPS 59.7 FPS സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. അതും 42 ഡിഗ്രീൻ്റെ താഴെ മാത്രമാണ് ചൂട്. 41.7 ഡിഗ്രീസ് ഒക്കെ മാക്സിമം വരുന്നുള്ളൂ. സോ 42ൻ്റെ പുറത്തേക്ക് കയറുന്നില്ല എന്നുള്ളതും ഒരു നല്ല പോയിന്റ് തന്നെയാണ്. കാരണം എൻ്റെ ഫോൺ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 44 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണും കൂടിയാണ്, അത്യാവശ്യം പവർ ഉണ്ട്, ഹീറ്റ് ആവുന്നില്ല എന്ന് പറയുമ്പം അതൊരു നല്ലൊരു കാര്യമാണ്. റേ ട്രേസിങ് നോക്കിയ സമയത്തും 5365 സോളാർ വെയിൽ സ്കോർ കിട്ടിയത് 3D മാർക്കിൽ. Q1 ചിപ്സെറ്റ് വരുന്നുണ്ടല്ലോ, ആ Q1 ചിപ്സെറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഫ്രെയിം ഇൻ്റർപോളേഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഗെയിമിംഗ് നല്ല ലെവലായിട്ട് കളിക്കാൻ പറ്റും. സോ സ്കോറുകളെല്ലാം തന്നെ OnePlus 12R ക്ലിയർലി ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ 6000 mm² വേപ്പർ ചാമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും നല്ല രീതിയിൽ തെർമൽ കൺട്രോളിങ് നടത്തുന്നത്. അത്യാവശ്യം ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതൊരു നല്ല കാര്യം തന്നെയാണ്. സോ പെർഫോമൻസ് അത് പക്കയാണ്, ഒന്നും പറയാനില്ല. ഇനി ബാറ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നമ്മൾ OnePlus 12R വെച്ച് കമ്പയർ നോക്കുമ്പോൾ അതിൽ 5500 സംതിങ് എന്നുണ്ട്, അല്ലെ 5800 എന്നുണ്ട്. പക്ഷേ ബാറ്ററി ലൈഫ് സർപ്രൈസിംഗ്ലി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫോണിലാണ് കൂടുതൽ കിട്ടുന്നത്. 7.5 മണിക്കൂറിൻ്റെ സ്ക്രീൻ ഓൺ ടൈം വരെ കിട്ടുന്നുണ്ട്. OnePlusൽ ഏകദേശം 6 മണിക്കൂർ 6.5 മണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ. 120 വാട്ട്സിൻ്റെ ചാർജിങ് വരുന്നുണ്ട്. അതും OnePlusനേക്കാളും പുറത്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ 120 വാട്ട് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 0 to 100 20 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചെയ്യും. നിങ്ങൾ പല്ലേച്ച് കുളിച്ച് വരുന്ന സമയം കൊണ്ട് രാവിലെ കുത്തിയിട്ട് ആ സുഖമായിട്ട് സാധനം 0 to 100 ബൂം, അത്രേ ഉള്ളതൊക്കെ. അപ്പം സ്പെക്സ് ആൻഡ് പെർഫോമൻസ് ക്ലിയർലി IQ Neo 9 Pro OnePlusനെ ബീറ്റ് ചെയ്തു. 5000 രൂപയ്ക്ക് പുറത്ത് കൊടുക്കണോ എന്ന് ചിന്തിക്കുക. അതിൻ്റെ മുന്നേ നമുക്ക് ക്യാമറ പറയാനുണ്ട്. അതിൻ്റെ മുന്നേ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ FunTouchOS 14 ബേസ്ഡ് ഓൺ Android 14 ആണ് വരുന്നത്. 3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും കുഴപ്പമില്ല. പിന്നെ FunTouchOS ആണ്, ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചതാണ് അതിൻ്റെ Android 11 വെർഷൻ. വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ആൻഡ് പിന്നെ ബ്ലോട്ട്വെയർ ഉണ്ടാവും, ബ്ലോട്ട്വെയർ എന്തായാലും ഉണ്ട്, അത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഇപ്രാവശ്യം വന്നിട്ടില്ല, സർപ്രൈസിങ്ങിന് നല്ല കാര്യം. പിന്നെ വലിയ വെറുപ്പിക്കലില്ല, എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം വലിയ ബഗ്ഗും കാര്യങ്ങളൊന്നുമില്ല. MIUI പഴയ MIUIൻ്റെ അവസ്ഥയൊന്നുമല്ല, അത്യാവശ്യം നല്ല വൃത്തിക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും, അതിലൊന്നും വലിയ കുഴപ്പമില്ല. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്ക് വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, Wi-Fi 7, പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.3, NFC-യുടെ സപ്പോർട്ട് വരുന്നില്ല, എന്തുകൊണ്ടോ കൊടുത്തില്ല എനിക്കറിയില്ല. 5G ആണ്, 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. ഡ്യുവൽ 4G വോൾട്ടിയും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു LDAC കോഡക്ക് മാത്രമാണ് ബ്ലൂടൂത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് വയർലെസ് ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്ന സമയത്ത്. ഇനി ക്യാമറേൻ്റെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ക്യാമറയാണ്, അതും സർപ്രൈസിംഗ്ലി OnePlusനെ ബീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഓവറോൾ നോക്കുന്ന സമയത്ത് 50 മെഗാപിക്സലിൻ്റെ IMX 920 സെൻസറാണ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആണ് വരുന്നത്. 2 ക്യാമറയേ ഉള്ളൂ, പക്ഷേ ഫങ്ഷണൽ ക്യാമറ സെറ്റപ്പ്. വെറുതെ 2 മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും തള്ളി മറച്ച് വെച്ചിട്ടില്ല, അതെന്തായാലും നല്ല കാര്യം. 8K to 24 FPS ആണ് നിങ്ങൾക്ക് ബാക്കിൽ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ആൻഡ് 4K 60 FPS കിട്ടുന്നുണ്ട്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് 1080p 30 FPS മാത്രമേ ഷൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഇനി ക്യാമറയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നൈറ്റ് മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, 2x പോർട്രേറ്റ് വരുന്നുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ക്യാമറയെ കുറിച്ച് നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല, കാരണം IQ ആണ്, വിവോയുടെ സബ് ബ്രാൻഡാണ്, അതൊന്നും ഒരു വിഷയമാവാൻ പോകുന്നില്ല. ക്ലിയർലി നമ്മൾ റിവ്യൂസ് കണ്ട സമയത്ത് അത് OnePlus 12Rനെ ബീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്.
മാത്രമല്ല നമുക്ക് IQ അത്യാവശ്യം നല്ല ക്യാമറ എക്സ്പീരിയൻസേ തന്നിട്ടുള്ളൂ. മാത്രവുമല്ല IQൻ്റെ നിയോ സീരീസ് എൻ്റെ ഒപ്പീനിയനിലേക്ക് കിടക്കാം, ഫൈനൽ വെർഡിക്റ്റ് കൺക്ലൂഷനിലേക്ക് കിടക്കാം. IQ ഇത്രയും കാലം IQ7 ഇറക്കിയ മുതൽ IQയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണെങ്കിലും ശരി, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ IQയുടെ നിയോ സീരീസ് അത് കത്തലാണ്. എനിക്ക് ഇത്രയും വാല്യൂ ഫോർ മണി ആസ്പെക്റ്റിലാണ് അവരിറക്കുന്നത്. പോക്കോയും ഒരുവിധം ആ ഒരു റൂട്ടിൽ തന്നെയാണുള്ളത്. പക്ഷേ റെഡ്മി നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഒരു റൂട്ടിൽ റെഡ്മീനെ കിട്ടുന്നില്ല. പിന്നെ ബാക്കി കമ്പനികളൊക്കെ, പിന്നെ മോട്ടോറോള ഈ ഒരു സമയത്ത് കത്തി വരുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫോണിൻ്റെ ഒരു അവസ്ഥ. ക്യാമറ ആയാലും പിന്നെ സോഫ്റ്റ്വെയർ ഒരു ആവറേജ് ആണ്, പക്ഷെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്പീഡിൽ കിട്ടിക്കോളും, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ക്യാമറ, ഡിസ്പ്ലേ, മൾട്ടിമീഡിയ, പിന്നെ ഗംഭീര പെർഫോമൻസ് ചെയ്യാം. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഒത്തുവരുന്ന ഒരു ഫോൺ നിങ്ങൾക്ക് 35,000-നുള്ളപ്പോൾ നിങ്ങൾ 40,000-ന് ബ്രാൻഡ് വാല്യൂവിന് വേണ്ടി മാത്രം OnePlus 12R എടുക്കണോ എന്നുള്ളതൊരു ചോദ്യമാണ്. പിന്നെ ബ്രാൻഡ് പ്രിഫറൻസസ്, ബിക്കോസ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുറച്ചും കൂടി നല്ലത് OnePlus ആയിരിക്കും. സ്വാഭാവികം, അവരുടെ ഓക്സിജൻ OS പണ്ടേ അതിനാണ് പ്രശസ്തം. സോ അത് നിങ്ങൾക്ക് ചിന്തിക്കാം. അല്ലാത്ത പക്ഷം ക്യാമറ ചില ഭാഗത്ത് പ്രൈമറി ക്യാമറയൊക്കെ ചിലപ്പം സെയിം ആയിരിക്കും, പക്ഷെ പെർഫോമൻസും ബാറ്ററി ലൈഫും OnePlusനെ ക്ലിയർലി ബീറ്റ് ചെയ്തു, അതിലൊരു സംശയവുമില്ല. 12Rനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. 5,000 രൂപയ്ക്ക് കൂടുതൽ കൊടുക്കാൻ OnePlus 12R വെർത്തല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഫോണാണ് പ്രധാനം, ബ്രാൻഡ് വാല്യൂ അല്ല. കാരണം ഇപ്പം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, OnePlus ആയാലും IQ ആയാലും, IQ വിവോയുടെ സബ് ബ്രാൻഡാണ്. വിവോയും OnePlusഉം ഓപ്പോയുടെ അണ്ടറിൽ വർക്ക് ഏകദേശം അണ്ടറിലാണ്. ഓപ്പോ, വിവോ, OnePlus, റിയൽമി, IQ പറഞ്ഞ ആൾക്കാരൊക്കെ BBK ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ എല്ലാം ഒരേ ഒരു ശൃംഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മൾ ആരതെടുത്താലും പൈസയൊക്കെ പോകുന്നത് ഒരേ ആൾക്കാർക്കാണ്. സോ അവരുടെ ഒരു ബിസിനസ് ട്രിക്കാണ് പല രീതിയിൽ ഫോൺ ഇറക്കുക, പലത് ആൾക്കാർ ചൂസ് ചെയ്യട്ടെ. നമ്മൾ മാർക്കറ്റ് മൊത്തം കീഴടക്കി വെച്ചിരിക്കുകയാണ് BBK ഇലക്ട്രോണിക്സ്. ഓപ്പോനെ ആരും തിരിഞ്ഞു നോക്കാറില്ല, അത് വേറെ കാര്യം. ഓഫ്ലൈൻ സെൻട്രിക്കാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ ഞാൻ താളം അടിച്ച് ടൈം കളയുന്നില്ല. ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിൽ ബെല്ലേക്ക് അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. സോ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.